മനുഷ്യന് വെള്ളം, വായു, ഭക്ഷണം എന്നിവ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രാധാന്യം ഉറക്കത്തിനുമുണ്ട്. മനുഷ്യർ ഉറങ്ങാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞർ അറിയാൻ ദ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന പരീക്ഷണം നടത്തുന്നു. സോവിയറ്റ് യൂണിയൻ നടത്തിയെന്ന് പറയപ്പെടുന്ന സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് ഇന്റർനെറ്റിൽ പ്രചാരണത്തിലുള്ള ഏറ്റവും കുപ്രസിദ്ധമായ കെട്ടുകഥകളിലൊന്നാണ്. 5 തടവുപുള്ളികളെ ഒരൊറ്റ മുറിയിൽ പാർപ്പിക്കുന്നു. ആ 5 മനുഷ്യർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ്. 1 മാസം മനുഷ്യർ ഉറങ്ങാതെ ഇരുന്നാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി പുറം ലോകത്തെ അറിയിക്കാതെ സോവിയറ്റ് യൂണിയൻ പരീക്ഷണ ഒരുക്കങ്ങൾ തുടങ്ങി. 5 രാഷ്ട്രീയ തടവുകാരെ ഇതിനായി തിരഞ്ഞെടുക്കുന്നു. പരീക്ഷണത്തിനായി ഈ 5 പേരെയും ഒരു ചേംബറിൽ പാർപ്പിച്ചു. ഇതിനുവേണ്ടി സർക്കാരിൽ നിന്ന് 1 മാസത്തേക്ക് അവർക്ക് വേണ്ട ആഹാരം, വെള്ളം, പുസ്തകങ്ങൾ, ടോയ്ലറ്റ് സൗകര്യവും മെത്തയില്ലാത്ത കട്ടിലുകളും ഒരുക്കി. തടവുപുള്ളികൾ ഉറങ്ങാതെ ഇരിക്കുവാൻ ഉത്തേജകവാതകം മുറിയിൽ കടത്തിവിട്ടുകൊണ്ടിരുന്നു. ആദ്യ 4 ദിവസങ്ങൾ പ്രശ്നമൊന്നും ഇല്ലാതെ കടന്നുപോയി. എന്നാൽ അടുത്ത ദിവസം 5 പേരിൽ ഒരാൾ വളരെ വിചിത്രമായി സ്വബോധമില്ലാതെ പെരുമാറാൻ തുടങ്ങി. 6-ാമത്തെ ദിവസം ചിത്തഭ്രമം ബാധിച്ചതുപോലെ മറ്റുള്ളവരും പുലമ്പാൻ തുടങ്ങി. 9-ാം ദിവസം ചേംബറിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളികൾ ഉയരാൻ തുടങ്ങി. 15-ാം ദിവസം അർദ്ധരാത്രിയിൽ ചേംബർ തുറക്കുവാൻ തീരുമാനിക്കുന്നു. ചേംബർ തുറന്ന് അകത്തേക്ക് കടന്ന ഗവേഷകർ കണ്ടത് തീർത്തും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തടവുപുള്ളികളിൽ ഒരാളുടെ ശവശരീരം മാന്തി പൊളിച്ച് മറ്റുള്ളവർ തിന്നിരിക്കുന്നു. ബാക്കിയുള്ള 4 പേർ സ്വന്തം വയർ കീറി മാംസവും പേശികളും വലിച്ചു പുറത്തിട്ടിരിക്കുന്നു. തീർത്തും അക്രമാസക്തരായ ഇവർ അറയിൽ പ്രവേശിച്ച ഒരു സൈനികനെ കൊലപ്പെടുത്തി. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇവരെ ചേംബറിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ അധികാരികൾ അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ ഭയാനകമായ പരീക്ഷണം വെറും കെട്ടുകഥയാണ്. യാഥാർത്ഥ്യത്തിന്റെ യാതൊരു അംശവും പുരളാത്ത ഈ കഥ ഏറ്റെടുത്തത് കോടിക്കണക്കിന് മനുഷ്യരാണ്. ദ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കഥ ഇന്റർനെറ്റിൽ പ്രചരിച്ച ഒരു കലാസൃഷ്ടി മാത്രമാണ്. ഈ കെട്ടുകഥയുടെ ഏറ്റവും പഴയ പതിപ്പ് 2010 ഓഗസ്റ്റ് 10 ക്രീപ്പി പാസ്ത എന്ന വിക്കി പേജിൽ കാണുവാൻ സാധിക്കും.